നമസ്കാരം. ഇന്നത്തെ 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. തേനീച്ചക്കൂട് ഇറക്കുമതിയുടെ മറവിൽ ലഹരിമരുന്ന് കടത്തിയ സംഘത്തെ സൗദിയിൽ പിടികൂടി. 4 ഈജിപ്ഷ്യൻ പൗരന്മാരും ഒരു സൗദി പൗരനുമടക്കം 5 പേരടങ്ങിയ സംഘത്തെയാണ് സാഹസികമായി പിടികൂടിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തേൻ ഇറക്കുമതിക്ക് ലൈസൻസുള്ള കമ്പനി മുഖേന തേനീച്ചക്കൂടുകളാണ് സംഘം ഇറക്കുമതി ചെയ്തത്. കൂടുകൾക്കുള്ളിൽ തേനീച്ചകൾക്ക് പകരം ലഹരി ഗുളികകളായ ആംഫെറ്റമിൻ സൗദിയിലേക്ക് കടത്തുകയായിരുന്നു. RP ഗ്രൂപ്പ് ചെയർമാനും പ്രവാസി വ്യവസായിയുമായ ഡോക്ടർ രവി പിള്ളയ്ക്ക് ബഹ്റൈനിൽ അംഗീകാരം. ഭരണാധികാരി ഹമദ് രാജാവ് രവിപിള്ളയ്ക്ക് ബഹ്റൈൻ ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി മെഡൽ സമ്മാനിച്ചു. രാജ്യത്തിന് രവിപിള്ള നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഈ പുരസ്കാരത്തിന് അർഹനാകുന്ന ഏക വിദേശ വ്യവസായിയാണ് രവിപിള്ള. കേസ് അന്വേഷണത്തിനിടെ പോലീസ് യുവതിയെ ആക്രമിച്ചെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കിയും വ്യക്തികളുടെ അന്തസ്സിന് കോട്ടം തട്ടാതെയും ചട്ടങ്ങളും നടപടിക്രമങ്ങളും പൂർണ്ണമായും പാലിച്ചുമുള്ള പ്രവർത്തനമാണ് നടപ്പാക്കുന്നതെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രവാസി മലയാളി കുവൈത്തിൽ മരിച്ചു. കോട്ടയം മൂലവട്ടം സ്വദേശി ഉപ്പൂട്ടിൽ വീട്ടിൽ സതീഷ് വർഗീസാണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. അഹമ്മദി സെൻട്രൽ ജനറൽ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് അവസാനിക്കാൻ ഇനി 14 ദിവസം മാത്രം ബാക്കി. അനധികൃത താമസക്കാർക്ക് താമസരേഖകൾ നിയമവിധേയമാക്കാനും പിഴയില്ലാതെ സ്വദേശത്തേക്ക് മടങ്ങാൻ ഈ മാസം അവസാന തീയതി വരെ സമയമുണ്ട്. പൊതുമാപ്പ് കാലാവധിക്ക് ശേഷം നിയമലംഘകർക്കായുള്ള പരിശോധന ശക്തമാക്കും. ആയിരക്കണക്കിന് ആളുകളാണ് ഇതുവരെയായി പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ 21-22 തീയതികളിൽ കുവൈത്ത് സന്ദർശിക്കും. ഔദ്യോഗിക സന്ദർശനത്തിന് കുവൈത്തിലെത്തുന്ന മോദി അമീർ ഷെയ്ഖ് മിഷേൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വവുമായി ചർച്ച നടത്തും. ശനിയാഴ്ച പ്രധാനമന്ത്രി സബ അൽ സാലേമിലുള്ള ഷെയ്ഖ് സാദ് അൽ അബ്ദുള്ള അൽ സലീം അൽ സബാഹ് ഇൻഡോർ സ്പോർട്സ് ഹാളിൽ വെച്ച് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് മോദി കുവൈത്തിലെത്തുന്നത്. 1981 ശേഷം കുവൈത്തിലെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഖത്തറിലുള്ളവർക്ക് ചരിത്ര പ്രാധാന്യമുള്ള വിഖ്യാത ഇറ്റാലിയൻ കപ്പലായ അമേരിഗോ വെസ്പുച്ചിയിൽ സൗജന്യമായി സന്ദർശനം നടത്താൻ അവസരം. കപ്പലിന്റെ 93 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇതാദ്യമായാണ് ഖത്തറിലേക്കുള്ള വരവ്. ഈ മാസം 15-നാണ് കപ്പൽ ലോക പര്യടനം തുടങ്ങിയത്. ദോഹ തുറമുഖത്ത് ഈ മാസം 22 വരെ കപ്പൽ ഉണ്ടാവും. അതുവരെ പൊതുജനങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ സൗജന്യമായി കപ്പലുകളിലെ അകത്തെ കാഴ്ചകൾ കാണാം. വാട്സാപ്പിലൂടെ സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 1000 ദിർഹം നഷ്ടപരിഹാരം നൽകാൻ അൽ-ഐൻ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി വിധിച്ചു. സ്ത്രീയെ മാനസികമായി അപമാനിക്കാനും ഇതുവരെ വൈകാരികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും കാരണമായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അൽ-ഐൻ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി നടപടി. ഒമാനിൽ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കിടയിൽ പ്രവാസി തൊഴിലാളികളെ താൽക്കാലികമായി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അനുമതി. നിബന്ധനകൾക്ക് വിധേയമായി പരമാവധി 6 മാസത്തേക്കാണ് പ്രവാസി ജീവനക്കാരെ കൈമാറ്റം ചെയ്യാൻ സാധിക്കുക. തൊഴിലാളിയെ അയാളുടെ വർക്ക് പെർമിറ്റിലുള്ള പ്രൊഫഷന്റെ അതേ വിഭാഗത്തിലുള്ള ഒരു പ്രൊഫഷനിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഖത്തറിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന ഒട്ടനവധി തടവുകാർക്ക് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി മാപ്പ് നൽകി. അതേസമയം മാപ്പിന്റെ ആനുകൂല്യം ലഭിച്ചത് എത്ര തടവുകാർ കാണുന്നത് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്കാണ് അമീർ മാപ്പ് നൽകുന്നത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകും. നമസ്കാരം.